ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും നമസ്തേ. നാം എന്നാൽ ഒന്നുമല്ലാത്തത്, മാ എന്നാൽ മമ അഥവാ എൻ്റെ സശ്രദ്ധ താങ്കളെ. അപ്പോൾ നമസ്തേ എന്നാൽ എൻ്റേതല്ല, സർവവും ഈശ്വരസമമായ അങ്ങയുടേതാണ്. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ ഞാനെന്ന ഭാവം വെടിയാൻ തയ്യാറാകുമ്പോൾ നമസ്തേക്ക് ഒരു ആത്മീയ പ്രാധാന്യം കൈവരുന്നു. എന്നിലും നിന്നിലും സ്ഥിതി ചെയ്യുന്ന ഈശ്വര ചൈതന്യം ഏകമാണ് എന്നൊരർത്ഥം കൂടി നമസ്തേക്കുണ്ട്. ഒരു മാലാഖിയെയും ഒരു വൈദികനെയും കൂടി ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം പഴകുന്നത് വൈദികനെയാണ് എന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ഒരു വൈദികനാകാനുള്ള യോഗ്യതയോ വിശുദ്ധിയോ തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതാന്ത്യം വരെ വൈദികനാകാതെ അസിസിയിൽ വിശുദ്ധ ജീവിതം നയിച്ചയാളാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി എന്ന് നമുക്കറിയാം. അഹം അഥവാ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കലാണ് ദൈവാരാധനയുടെ ആദ്യപടി. അതല്ലായിരുന്നു ചുങ്കക്കാരന്റെ പ്രാർത്ഥന. ലൂസിഫർ എന്ന മാലാഖയെ കൂട്ടരും അഹം എന്ന ഭാവം മൂലം പിശാചുക്കളായി മാറിയില്ലേ? ഏതെങ്കിലും ഒരു വൈദികന്റെ കുറ്റങ്ങളും കുറവുകളും നാമൊക്കെ എപ്പോഴെങ്കിലും പറയുമ്പോൾ നാം ഓർക്കണം, കുറവുകളുള്ളവരെയാണ് ഈശോ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തത്. ദൈവസാന്നിധ്യം നേരിട്ട് അനുഭവിച്ച മോശ താൻ വിക്കനാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ വിക്ക് മാറ്റാം എന്ന് പറയുന്നതിന് പകരം സഹോദരനായ അഹറോനെ സഹായത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. വിശുദ്ധ പൗലോസ്ലീഹായോട് നിനക്ക് ശല്യമായ ആ മുടി ഞാൻ എടുത്തു മാറ്റാമെന്ന് പറഞ്ഞില്ല, നിനക്കെന്നെ കൃപ മതി എന്നാണ് പറഞ്ഞത്. എല്ലാം തികഞ്ഞവനായി ദൈവം മാത്രമേ ഉള്ളൂ. സ്വന്തം ഹിതത്തിന് പകരം ദൈവഹിതമായിരുന്നു ഈശോ മരണം വരെ നിറവേറ്റിയത്. അവൻ കന്നത്തിനെ താഴ്ത്തിയതിനാൽ ദൈവം അവനെ അത്യധികമായി ഉയർത്തി. ഇന്നത്തെ വൈദികരുടെ മുൻപിലുള്ള വെല്ലുവിളികളിൽ ഇതുമുണ്ട്. സ്വന്തം ഹിതത്തിന് പകരം ദൈവഹിതത്തിന് യേസ് പറയാൻ സാധിക്കുന്നുണ്ടോ? സ്വന്തം മഹത്വം കാക്ഷിക്കാതെ ദൈവമഹത്വം അന്വേഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നേടിയെടുക്കുവാൻ പലതും ഉണ്ടായിരിക്കെ ദൈവജനത്തിന് വേണ്ടി ചിലതൊക്കെ നഷ്ടപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും ഉള്ള സന്നദ്ധതയും ധൈര്യവുമുണ്ടോ? ലോകസുഖങ്ങളോട് നോ പറയാൻ സാധിക്കുന്നുണ്ടോ? ഇടയന് ആടുകളുടെ ഗന്ധമുണ്ടാകണം. മാധ്യമങ്ങളുടെ കലാരൂപങ്ങളുടെ പൗരോഹിത്യത്തെ അപമാനിക്കുന്ന പ്രവണതകളുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. ഇതെല്ലാം സത്യമെന്ന് കരുതി പൗരോഹിത്യത്തിൽ നകരുന്ന 1% ആളുകൾ ഉണ്ടെന്നുള്ളതും ദുഃഖകരമായ വസ്തുതയാണ്. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രാർത്ഥനയും പരിത്യാഗവും ലാളിത്യവും കൈമുതലാക്കി എങ്ങനെ വിശുദ്ധനായ ഒരു വൈദികൻ ആകാം എന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ തന്നെയാണ് ഒരു വൈദികരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രിഗർ മെൻഡൽ, ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവായ ജോർജ് ലെമറ്റർ എന്നിവർ കത്തോലിക്ക വൈദികരായിരുന്നു. വൈദികനാകാനുള്ള ഓരോ ആത്മാവിനെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് ദൈവവുമായുള്ള വിവാഹം ഉറപ്പിച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈശോയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഈശോയെ, എന്നെ തനിച്ചു വിട്ടാൽ ഞാൻ തെറ്റിൽ ചെന്ന് വീഴും. ഞാൻ വീഴാതെ നോക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. ഞാനിനി നിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഈശോയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? വിശ്വസിച്ച് സ്നേഹിക്കണം. വിശ്വാസം മുടക്കാതെ എന്ത് ചെയ്യണം? ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിസ്സാരമെന്ന് കരുതുന്നവ പോലും ഈശോയ്ക്ക് വേണ്ടി എന്ന പോലെ ചെയ്യണം. ഈശോ എപ്പോഴും കൂടെ ഉണ്ടെന്ന് കരുതണം. എന്ത് ചെയ്യുന്നു ഈശോയുടെ ആലോചന ചോദിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കണം. കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിച്ചാൽ നന്ദി പറയണം. തെറ്റിയാൽ ഇനി തെറ്റാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സ്മരിക്കാൻ അവസരം ലഭിച്ച് സന്തോഷിക്കണം. അപ്പസ്തോലന്മാരും വിശുദ്ധരോ അങ്ങനെയായിരുന്നല്ലോ. ഈശോയുമായുള്ള നിരന്തര സംഭാഷണമാണ് പ്രാർത്ഥന. അത് ഉറക്കം വേണമെന്നില്ല, നിശബ്ദതയിലാകാം. ഒരു വിശിഷ്ട അതിഥി നമ്മെ കാണാൻ വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടി നാം പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരാകില്ലല്ലോ. വിശുദ്ധ മഗ്ദലേന മറിയം ഈശോയുടെ പാദാന്തികത്തിലിരുന്നു. ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവർക്കല്ലേ. ആദ്യമായി സെമിനാരിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആവേശവും ആത്മാർത്ഥതയും പ്രാർത്ഥനയും വിശുദ്ധിയും എപ്പോഴെങ്കിലും ചോർന്നു പോയോ എന്ന് എന്നും ആത്മവിശകലനം ചെയ്യണം. ഈശോയ്ക്ക് ജനത്തോട് അനുഭവ തോന്നിയപോലെ പൗരോഹിത്യഭാവം കാരുണ്യമാകണം. ഔദ്യോഗിക സഭാധികാരികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയനായ മിശിഹായുടെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കുചേരുന്ന സഭാ ശുശ്രൂഷകർ ആയിത്തീരുന്നതിന് തിരുപ്പട്ടത്തിലൂടെ ലഭിക്കുന്ന ദാനത്താൽ നിയുക്തരായ ക്രിസ്തീയ വിശ്വാസികളാണ് സഭാ ശുശ്രൂഷകർ എന്നുകൂടി വിളിക്കപ്പെടുന്ന പുരോഹിത ശുശ്രൂഷകൾ എന്ന കാനന്യ
എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് ആരംഭി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന പൂരങ്ങളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയിക്കുവിൻ. രക്ഷയുടെ പഴുതൊക്കെയാണെങ്കിൽ ദൈവവചനമാകുന്ന ആത്മാവിനെ വാളെടുക്കുകയും ചെയ്യും. നന്ദി.